ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉറച്ച വ്യാപാരികൾ നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. LDF, UDF മുന്നണികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മത്സരമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സമ്മർദ്ദ തന്ത്രത്തിനപ്പുറം മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. സംഘടന വോട്ട് ബാങ്കാണെന്ന് തെളിയിച്ചാലേ പരിഗണന ലഭിക്കൂ എന്ന വിലയിരുത്തലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കാരണം. മത്സരിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി പച്ചക്കൊടി കാണിച്ചതോടെ അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു. നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ ആലപ്പുഴ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് ഇനി ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കേണ്ടതുണ്ട് സംഘടന എന്നൊരു തീരുമാനമെടുത്തത്. കാരണം നമുക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല. ഞങ്ങളുടെ അതിനെയാണ് ഉദ്ദേശം. ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും കച്ചവടക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായങ്ങളുമില്ല, ഒരു പരിഗണനയുമില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ, ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് എന്നിവരിൽ ആരെങ്കിലുമായിരിക്കും സ്ഥാനാർത്ഥി. നിലമ്പൂരിൽ 6000 അംഗങ്ങൾ സംഘടനക്കുണ്ട്. മറ്റു സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും വിധം വോട്ട് സമാഹരിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം. മത്സരരംഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ UDF-ഉം LDF-ഉം ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. 24 മലപ്പുറം.